ഒരാളുടെ ജീവിതം എല്ലാ കാലവും ഒരേപോലെ ആകില്ല. മാറും, മാറണം. എനിക്ക് തിരിച്ചു വരണം. ബ്രോ എങ്ങനെയാണ് ടോട്ടലി പടം? പണ്ട് നമ്മൾ ദിലീപിനെ കണ്ടിട്ടില്ലേ, ആ ഒരു ലെവല് തന്നെ. ആ ഒരു എന്ന് വെച്ചാൽ ആക്ഷനായിട്ട് ആ ഒരു ലെവലല്ല, ഫീൽ ഗുഡ്. നല്ല ഫീൽ ഗുഡ് ആണ്, നല്ല സൂപ്പർ ആണ്. വേറെ ഒന്നും പറയാല്ല. പണ്ടത്തെ എങ്ങനെ ദിലീപോ അതേപോലത്തെ ദിലീപാണ് ഈ സിനിമയിൽ. വേറെ ഇതിൽ നെഗറ്റീവ് പറഞ്ഞ ചില നെഗറ്റീവ് ഓളികളുണ്ട്, കുറെ ഓളികൾ. നമ്മളെയാണല്ലോ മച്ചമ്പി. ദിലീപ് പഴയ ദിലീപ് തന്നെയാണ്. ദിലീപിനെ പഴയ ദിലീപായിട്ട് കിട്ടി. പുതിയ ദിലീപിനെ കുറെ കാബർക്കി പയലുകള് ക്രൂശിക്കുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ക്രൂശിക്കേണ്ട ഒരു മനുഷ്യനല്ല ദിലീപ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഇത് എല്ലാവരും തീർച്ചയായിട്ടും ആ പടം പറയുന്നത് പോലെ തന്നെ ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഒരു സിനിമ. ഈശ്വര, ഇതിൽ പര സന്തോഷമുള്ള ഒരു കാര്യം കേൾക്കാനില്ല. വളരെ ഒരാൾക്ക് ഒരു നെഗറ്റീവ് ഇനി ഈ പറയുന്ന ക്രൂശിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർക്ക് പറയാം, അയാളെ ക്രൂശിക്കണം എന്ന് പറയുന്ന ആൾക്കാർക്ക് പറയാം. അല്ലാതെ ഒരു നെഗറ്റീവും പറയാനില്ല. അൽഹംദുലില്ലാഹ് ഹൈർ, ആശ്വാസായി. ഹിഡൻ മീനിങ്ങോ ഒന്നുമില്ലാത്ത അടിപൊളിയായിട്ടുള്ള കോമഡി. ദിലീപ് തുടരും, തീർച്ചയായിട്ടും ദിലീപ് തുടരും. ഭാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ. ദിലീപ് എന്നുള്ള നടനിൽ നിന്നും ഒരു ഫാമിലി ഓഡിയൻസ് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഈ സിനിമ ഡെലിവറി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. നല്ല പടം. ദിലീപേട്ടൻ്റെ എന്താ പറയാ, കുറേ നാളിന് ശേഷം ഇത്രയും നല്ലൊരു മെസ്സേജ് ഉള്ള മൂവി എന്താ പറയാ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിട്ട് വാരി വലിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു പണി മണക്കുന്നുണ്ട്. നല്ല ആ പടം നിങ്ങൾ കാണേണ്ടതാണ്. നിങ്ങൾക്കിട്ടുള്ളൊരു ഉപദേശം കൂടെ അതിനകത്തുണ്ട്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷർക്കാന്ന് കേട്ടിട്ടില്ലേ? അതാ ഇവിടെ നടക്കാൻ പോകുന്നത്. നല്ലൊരു ചിത്രം. ദിലീപേട്ടൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ്, ജനപ്രിയ നായകന്റെ ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രം. ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങും മോനെ. കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ, സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ട് അതൊരു ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അലൻ ജോസ് പെരേരയെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ ഒരു മെസ്സേജാണ് ഈ സിനിമ കൊടുക്കുന്നത്. ഈ സിനിമ എന്തായാലും തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള ആൾക്കാർ കണ്ടിരിക്കണം. ഇതെന്തായാലും ഇത് വിജയിക്കണം എന്നുള്ളത് ആവശ്യം തന്നെയാണ്. കാരണം ഇത് തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അത് സമൂഹത്തിന് ഒരു തിരിച്ചറിവാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇതിന്റെ ഡയറക്ടർ പുതിയൊരു ഡയറക്ടറാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സെക്കൻഡ് സിനിമയും നല്ല ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ.